അസ്സലാമു വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മയിൽ ഈച്ച് എന്നൊരു തലക്കെട്ടുമായി ഇന്ന് വന്ന ചന്ദ്രിക ദിനപത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിയിട്ടുള്ളത്. ഹൈദരാബാദ് AIKMCCയുടെ പ്രിയങ്കരനായ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രിയപ്പെട്ട ഡോക്ടർ മുബഷിർ വാഫി ഹൈദരാബാദിൻ്റെ ലേഖനമാണ്. AIKMCC ഹൈദരാബാദ് ഘടകം അഹമ്മദ് സാഹിബിൻ്റെ പേരിൽ അഹമ്മദ് സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി ഹൈദരാബാദ് എന്ന പേരിൽ ജീവകാരുണ്യ സേവന സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. AIKMCCയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് നമുക്കറിയാം. ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ AIKMCC നേതൃത്വം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈദരാബാദിൽ ഇങ്ങനെ അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു അഹമ്മദ് സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി ഹൈദരാബാദ് എന്ന പേരിൽ ഒരു സ്ഥാപനം ഒരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഒരു ചരിത്രം പറഞ്ഞു തുടങ്ങാമെന്നാണ് ബഹുമാന്യനായ മുബഷിർ വാഫി ഹൈദരാബാദ് തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കതുകൂടി ഒന്ന് കേട്ടു നോക്കാം. ദക്ഷിണേന്ത്യ വ്യവസായ വകുപ്പ് തല മന്ത്രിമാരുടെ യോഗം 1983 സെപ്റ്റംബർ 27 ഹൈദരാബാദിൽ വെച്ച് നടക്കാനിരിക്കുന്ന സന്ദർഭം കേരള വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് സാഹിബ് വിദേശയാത്രയിലായതുകൊണ്ട് താൽക്കാലിക ചുമതല മർഹൂം CH മുഹമ്മദ് കോയ സാഹിബിനെ ഏൽപ്പിച്ചു. സ്വാഭാവികമായും ആ യോഗത്തിൽ പങ്കെടുക്കാൻ CH മുഹമ്മദ് കോയ സാഹിബിന് നിർദ്ദേശം ലഭിച്ചു. ഹൈദരാബാദ് പ്രദേശങ്ങളിൽ ആ കാലങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചിരുന്ന വർഗീയ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കി ആക്രമണത്തിന് ഇരയായവരെ ആശ്വസിപ്പിക്കാൻ പോകണമെന്ന് താൽപ്പര്യത്തിലായിരുന്നു CH. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ബഹുമാന്യനായ CH. നേരത്തെ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ടും ഈ അവസരം സസന്തോഷം അദ്ദേഹം സ്വീകരിക്കുകയും 27-ാം തീയതി ഹൈദരാബാദിൽ എത്തിച്ചേരുകയും ചെയ്തു. സമ്മേളനത്തിന് എത്തിച്ചേർന്ന മന്ത്രിമാർക്കും പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി LT രാമറാവു ഒരുക്കിയ പ്രത്യേക വിരുന്നിലും പങ്കെടുത്തു. കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഉടമസ്ഥതയിലുള്ള തസ്കൻഡ് ഹോട്ടലിൽ രാത്രി CH തിരിച്ചെത്തി. രാവിലെ നാട്ടിലേക്ക് പുറപ്പെടാൻ 6 മണിക്ക് മുമ്പ് തന്നെ വിളിച്ചുണർത്താൻ കൂടെയുള്ളവരോട് ആവശ്യപ്പെട്ട് ഉറങ്ങിയ അദ്ദേഹം പിന്നീട് രാവിലെ അബോധാവസ്ഥയിലാണ് കാണപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് വേദനാജനകമായ അനുഭവപ്പെട്ട ഒരു സംഭവം ബഹുമാന്യനായ മുബഷിർ വാഫി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉടനെ നൈസാം ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. മുഖ്യമന്ത്രിയും മറ്റു പ്രമുഖരും വിദഗ്ധ ഡോക്ടർമാരും ഇടപെട്ടുകൊണ്ട് മതിയായ ചികിത്സ നൽകാൻ കഠിനമായി പ്രയത്നിച്ചെങ്കിലും ആ മഹാനുഭാവൻ്റെ ചരിത്രയാത്ര ഹൈദരാബാദിൽ അവസാനിക്കുകയായിരുന്നു. അഹമ്മദ് സാഹിബിൻ്റെ പകരക്കാരനായി ഹൈദരാബാദ് സമ്മേളനത്തിനെത്തിയ CHൻ്റെ അന്ത്യം നൈസാമിൻ്റെ മണ്ണിൽ ആകാനായിരുന്നു അള്ളാഹുവിൻ്റെ വിധി. അള്ളാഹുവിൻ്റെ അലംഘനമായ ആ തീരുമാനം അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വേദനയോടെ ഓർക്കാം. CHൻ്റെ 54 വർഷത്തെ ജീവിതം തുല്യതയില്ലാത്ത വിധം പ്രധാനമായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പതിറ്റാണ്ടുകളിൽ മുസ്ലിം ലീഗ് വേദികളിൽ ജ്വലിച്ചു നിന്ന 2 വിദ്യാർത്ഥി പ്രതിഭകളായിരുന്നു CHഉം അഹമ്മദ് സാഹിബും. മുസ്ലിം ലീഗിൻ്റെ 5ാമത്തെ ദേശീയ പ്രസിഡൻ്റായിരുന്നു അഹമ്മദ് സാഹിബ്. വിദ്യാർത്ഥിക്കാലം മുതൽ തന്നെ രാഷ്ട്രീയത്തെ കൂടെ കൊണ്ടു നടന്ന് തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന ആശയത്തിൻ്റെ ഉടമയായി തീർന്നു. പൂർവ്വകാലത്തെ നേതാക്കളിൽ നിന്നും പരിശീലനവും പുതിയ തലമുറയിലെ ആവേശവും ഉൾക്കൊണ്ട്
ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തകരെ സജീവമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സമുദായ സ്നേഹവും രാഷ്ട്രബോധവും കർമ്മകുലശതയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമസജ്ജമായി സമ്മേളിച്ച വ്യക്തി എന്ന നിലയിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്ന ഈച്ച് അഹമ്മദ് സാഹിബിൻ്റെ സ്തുത്യർഹമായ അടയാളപ്പെടുത്തലുകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ആദരവായി നമുക്ക് ഇതിനെ കാണാം. പ്രഗത്ഭനായ ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ അഹമ്മദ് സാഹിബിൻ്റെ അടയാളപ്പെടുത്തലുകൾ പിൽക്കാലത്തും സ്മരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായ സേവനത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും ആദരസൂചകമായി AIKMCC ഹൈദരാബാദ് ഘടകം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തെലങ്കാന സർക്കാരിൻ്റെ ഔദ്യോഗികമായ സൊസൈറ്റി ആക്ട് രജിസ്ട്രേഷൻ പ്രകാരം അഹമ്മദ് സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റീസ് ഹൈദരാബാദ് എന്ന നാമധേയത്തിൽ ജീവകാരുണ്യ സേവന സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. 2019 ഫെബ്രുവരി മാസത്തിലാണ് നൈസാമിൻ്റെ നാടായ ഹൈദരാബാദിൽ KMCC രൂപം പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ ബഹുമാന്യനായ ഖാദർ മൊയ്തീൻ സാഹിബിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ഔദ്യോഗികമായ KMCC പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് KMCCക്ക് സാധിച്ചതു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ലക്ഷക്കണക്കിന് മലയാളികൾ താമസിക്കുന്ന ഹൈദരാബാദിൽ 20ലധികം മലയാളി സംഘടനകൾ നിലവിലുള്ള സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തവും അനിവാര്യവുമായ ഇടപെടലുകളാണ് സാമൂഹികമായും സാംസ്കാരികമായും KMCC ചെയ്യാനുള്ളത്. വർഷം തോറും നടക്കാറുള്ള ഗ്രാൻഡ് ഇഫ്താർ സംഗമം KMCC ഒരുക്കുന്ന മലയാളികളുടെ വാർഷിക സംഗമം കൂടിയാണ്. ഭക്ഷണ കിറ്റ് വിതരണം, രക്തദാനം, പഠന ജോലി ആവശ്യാർത്ഥം ഹൈദരാബാദിലെത്തുന്നവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കൽ, രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ ആവശ്യമായ രീതിയിൽ ഹൈദരാബാദ് ഘടകം ചെയ്തു വരുന്നുണ്ട്. ബൃഹത്തായ പദ്ധതികളും പ്രവർത്തനങ്ങളും ഊർജിതമാക്കാൻ വേണ്ടി അഹമ്മദ് സാഹിബിൻ്റെ സ്മരണയിൽ പുതുതായി തുടക്കം കുറിച്ച മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് പൊതുവിലും ഏറെ പ്രതീക്ഷിക്കാവുന്ന പദ്ധതികളുടെ തുടക്കമാണ്. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഹൈദരാബാദ് സിറ്റിയിൽ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന മലയാളികളുടെ എണ്ണം വർഷം തോറും കൂടി വരികയാണ്. കേന്ദ്ര സർവകലാശാലകളായ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി, AIT, JNTU എന്നിവയ്ക്ക് പുറമെ ധാരാളം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ട്രെയിനിങ് സ്ഥാപനങ്ങളും മൾട്ടിനാഷണൽ കമ്പനികളും സ്ഥിതി ചെയ്യുന്നത് മലയാളികളെ കൂടുതൽ ആകർഷിക്കുകയാണ്. ഹൈദരാബാദിനെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇന്ത്യയിലെ വിവിധ സിറ്റികളിൽ KMCC നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി, ഞാൻ അവിടെ നേരിട്ട് സന്ദർശിച്ച ഒരു വ്യക്തിയാണ്. ബാംഗ്ലൂർ സെൻട്രൽ ഹ്യൂമാനിറ്റി സെൻറ്ററിൽ ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ അവിടെ നേരിട്ട് സന്ദർശിച്ച് അവിടെ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബിൽ മുമ്പ് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള അനുഭവങ്ങൾ. മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന GM ബനാത്തുവാല സാഹിബിൻ്റെ നാമധേയത്തിൽ GM ബനാത്തുവാല സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി, പുതുച്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി, ഗോവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി, ചെന്നൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഖായിദെ മില്ലത്ത് സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി തുടങ്ങിയ വിവിധ ഏരിയകളുടെ KMCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സുദീർഘമായ പ്രവർത്തനങ്ങൾ മാതൃകയാണ്. അഹമ്മദ് സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റിയും ഭാവിയിൽ ഹൈദരാബാദ് കേന്ദ്രീകൃതമായി ആവിഷ്കരിക്കുന്ന സാമൂഹിക സേവന, സാംസ്കാരിക, വിദ്യാഭ്യാസ, കലാപ്രവർത്തനങ്ങൾക്ക് മലയാളി സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ ഈ വളരെ
ഈ ഒരു പത്രക്കുറിപ്പ്, ഇന്നത്തെ ഒരു ലേഖനം ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. മുസ്ലിം ലീഗിൻ്റെ ജനകീയ പ്രവർത്തനം, അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനം. ഞാൻ എൻ്റെ വാക്കുകളിലൊക്കെ എപ്പോഴും പറയാറുണ്ട്, മുസ്ലിം ലീഗിന് വേരോട്ടമുള്ള മണ്ണുകളേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും സജീവമായ മറ്റു മേഖലയിലേക്ക് തിരിയുമ്പോഴും അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ അതല്ലെങ്കിൽ മറ്റൊന്നും ലാക്കാക്കാതെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച, നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന ജീവകാരുണ്യ പ്രവർത്തനം, അത് നമ്മൾ മുസ്ലിം ലീഗ് പിറവിയെടുത്ത 1948 മാർച്ച് 10 മുതൽ ഇന്നിവിടെ 2025 കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ബഹുമാന്യനായ മർഹൂം ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് തുടങ്ങി വെച്ച ആ ഒരു പൈതൃക പരമ്പര, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലശേഷം ഇന്ന് ഈ കാലമെത്തി നിൽക്കുമ്പോഴും ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ദേശീയ അധ്യക്ഷൻ മുനീറ മില്ലത്ത് ഖാദർ മൊയ്തീൻ സാഹിബ് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇന്നിൻ്റെ കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ എന്നും ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് മറ്റ് വീഡിയോകളിലൊക്കെ, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ മുസ്ലിം ലീഗിനെയാണ് മാതൃകയാക്കാനും ഉറ്റുനോക്കുന്നതും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനത്തെ പ്രശംസിക്കുകയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് പിന്തുണ നൽകുകയും ചെയ്യുന്ന ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പല മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ മുഖമുദ്ര എന്നുള്ളത് നമുക്കറിയാം. ഏതായാലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ആ ഒരു സേവനങ്ങൾ നടത്തുന്ന മറ്റ് സെൻറ്ററുകൾക്കും അതോടൊപ്പം തന്നെ അതിലെ ഒരു കണ്ണിയാവാൻ ഈ AKMCC ഹൈദരാബാദ് ഘടകം അഹമ്മദ് സാഹിബിൻ്റെ പേരിൽ അഹമ്മദ് സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി ഹൈദരാബാദ് എന്ന സ്ഥാപനം ജീവകാരുണ്യ പ്രവർത്തന രംഗത്തേക്ക് തുടക്കം കുറിക്കുകയാണ്. മറ്റിതര സംസ്ഥാനങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയിലും തമിഴ്നാട്ടിലും ഗോവയിലും അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഓരോ സ്ഥാപനങ്ങൾ, തമിഴ്നാട്ടിലൊക്കെ വളരെ കൃത്യമായി തന്നെ AKMCCയുടെ നൂറുകണക്കിൽ പാവപ്പെട്ട യുവതി യുവാക്കൾക്ക് അവർക്ക് വിവാഹം നടത്തി കൊടുക്കുകയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എല്ലാ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് എന്നും എവിടെയും ലോകത്ത് തന്നെ ഒരു വേറിട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു അംഗമായി തുടരാൻ നമ്മളെപ്പോലുള്ള എളിയ സാധാരണക്കാരായ പ്രവർത്തകർക്ക് സാധിച്ചു എന്നതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, അൽഹംദുലില്ലാ. അതോടൊപ്പം തന്നെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ ഹൈദരാബാദിൽ തുടങ്ങി വെച്ച ഈ ഒരു പദ്ധതി വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും പാവപ്പെട്ട ജനസമൂഹത്തിന് താങ്ങും തണലുമായി പ്രവർത്തിക്കാനും പടച്ച തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ ഇതിൻ്റെ നേതൃത്വം നൽകുന്ന നേതാക്കൾക്കും ഈ ഒരു സ്ഥാപനത്തിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഏതായാലും ഈ ഒരു ബഹുമാന്യനായ അഹമ്മദ് സാഹിബിൻ്റെ നാമധേയത്തിൽ ബഹുമാന്യനായ മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ് അവിടെ ആ പരിപാടിയിൽ സംബന്ധിക്കാൻ ചെന്നിട്ട് അവിടെയാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്നൊക്കെ, ഹൈദരാബാദിലാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്നൊക്കെ നമ്മുടെ ഈ ചരിത്രത്തിൽ ഈ ഒരു വാർത്തയിൽ ബഹുമാന്യനായ ഡോക്ടർ മുബഷിർ വാഫി ഹൈദരാബാദ് AKMCCയുടെ ഹൈദരാബാദിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു. ഏതായാലും നമ്മളെ രാഷ്ട്രീയ പ്രസ്ഥാനം മൺമറഞ്ഞു പോയ നേതാക്കളുടെ നാമധേയത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ തുടക്കം കുറിക്കാറുള്ളത്. ഈ ഒരു മഹാന്മാർ നമുക്ക് മുന്നിൽ കാണിച്ചു തന്ന ഒരു പാത പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ ഊർജ്ജസ്വലമായി വരും നാളുകളിലൊക്കെ കൃത്യമായ വിഷയങ്ങളിലൊക്കെ അതാത് സമയങ്ങളിൽ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്താനും മുസ്ലിം ലീഗ് എന്നും മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇത് ഖിയാമത്ത് നാൾ വരെ അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമ്മുടെ നേതൃത്വത്തിനും അതാത് കാലങ്ങളിൽ വരുന്ന നേതാക്കൾക്കും
പ്രവർത്തകർക്കും സാധാരണ പ്രവർത്തകർക്കും സാധിക്കട്ടെ എന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമയത്ത് അഹമ്മദ് സാഹിബിൻ്റെ ഓർമ്മയിലാണ് ഈച്ചി എന്ന ഈ ഒരു പദ്ധതി ഇവിടെ തുടക്കമിടുന്നത്. ബഹുമാന്യനായ അഹമ്മദ് സാഹിബിനെ കുറിച്ച് നമ്മളൊരു തുറന്ന പുസ്തകം കണക്കെ സാധാരണക്കാർക്കും ഇവിടുത്തെ ജനതക്കും ഒരു തുറന്ന പുസ്തകം കണക്കെ അഹമ്മദ് സാഹിബിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ജീവിതവും നമുക്ക് മുന്നിൽ സമ്മാനിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചൊന്നും നമ്മളിവിടെ പ്രതിപാദിക്കേണ്ടതില്ല. ഈ ഒരു സമയത്ത് അഹമ്മദ് സാഹിബിനെ, CHനെ, അതുപോലെ തന്നെ മൺമറഞ്ഞ ഒരുപാട് നേതാക്കൾ നമ്മൾക്കിടയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകുകയും അതോടൊപ്പം തന്നെ അവരോടൊപ്പം നമ്മയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു എളിയ പ്രഭാഷണം, ഈ എളിയ ഒരു ചരിത്രം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.